വാട്സ്ആപ്പ് ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് വാട്സ്ആപ്പിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടുകളെ നിരീക്ഷിക്കുന്നുണ്ട്. വാട്സ്ആപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ അക്കൗണ്ടിന് പൂട്ടുവീഴും. ഇതിന്റെ തെളിവാണ് വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ സംശയകരമായ നീക്കങ്ങൾ നിരീക്ഷിച്ച് ജനുവരി 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ 99 ലക്ഷം ഇന്ത്യൻ വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ നിരോധിച്ചതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിന്റെ കാരണം വാട്സ്ആപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പണം തട്ടൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ്. വാട്സ്ആപ്പ് പ്ലാറ്റ്ഫോമിന്റെ വിശ്വസ്തത നിലനിർത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നാണ് വാട്സ്ആപ്പ് അറിയിച്ചത്. കൂടാതെ ഇത്തരത്തിൽ വാട്സ്ആപ്പ് ദുരുപയോഗം ചെയ്യുന്നവരുടെ അക്കൗണ്ടുകളും അതോടൊപ്പം വാട്സ്ആപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ തുടർന്നും അക്കൗണ്ടുകൾ നിരോധിക്കും എന്ന് വാട്സ്ആപ്പ് വ്യക്തമാക്കി. ഏകദേശം 99,67,000 അക്കൗണ്ടുകളാണ് ജനുവരിയിൽ ഇന്ത്യയിൽ വാട്സ്ആപ്പ് നിരോധിച്ചത്. ഇതിൽ 13,27,000 അക്കൗണ്ടുകൾ യൂസർ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിരോധിച്ചു കഴിഞ്ഞു. വാട്സ്ആപ്പ് അക്കൗണ്ടിന്റെ ദുരുപയോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്രയും അക്കൗണ്ടുകൾക്കെതിരെ നടപടി എടുത്തത്. വാട്സ്ആപ്പിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം അക്കൗണ്ടിന്റെ സംശയകരമായ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. 3 ഘട്ടങ്ങളിലായിട്ടാണ് വാട്സ്ആപ്പ് നടപടി സ്വീകരിക്കുന്നത്. സംശയകരമായി തോന്നുന്ന അക്കൗണ്ടുകൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഫ്ലാഗ് ചെയ്യും. പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നടപടി സ്വീകരിക്കുക. വാട്സ്ആപ്പ് ഉപഭോക്താക്കൾ റിപ്പോർട്ട് ചെയ്യുന്ന ഉപദ്രവകരമായ നിയമലംഘന പ്രവർത്തനങ്ങൾ, സ്പാം അല്ലെങ്കിൽ കൂട്ടത്തോടെയുള്ള മെസ്സേജിംഗ് എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കൗണ്ട് നിരോധിക്കും. കൂടാതെ ഒരുമിച്ച് ഒരുപാട് മെസ്സേജുകൾ അയക്കുക, തട്ടിപ്പിൽ പങ്കാളിയാവുക, തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം അക്കൗണ്ട് നിരോധനത്തിലേക്ക് നയിക്കും. നിയമലംഘന പ്രവർത്തനങ്ങൾ കണ്ടാൽ ഉടനെ നടപടിയെടുക്കും. ഇന്ത്യൻ നിയമപ്രകാരം നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ നിരോധന നടപടി നേരിടേണ്ടി വരിക. ഉപഭോക്താക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും നടപടിയെടുക്കും. അക്കൗണ്ടുകളിൽ നിന്നും അസ്വാഭാവികമായ നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ അക്കൗണ്ട് നിരോധിക്കൂ. വാട്സ്ആപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്പാം അല്ലെങ്കിൽ കോളുകൾ, മെസ്സേജുകളോ ലഭിക്കുന്നുണ്ടെങ്കിൽ ഉടൻ വാട്സ്ആപ്പിൽ അറിയിക്കുക. നിങ്ങളെയും മറ്റ് ഉപഭോക്താക്കളെയും ഇത്തരം തട്ടിപ്പിൽ നിന്ന് രക്ഷിക്കുന്നതിനായി അത്തരം റിപ്പോർട്ടിംഗ് അത്യാവശ്യമാണ്. അതിനാൽ വാട്സ്ആപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ അക്കൗണ്ടിന് പൂട്ടുവീഴും എന്നത് ഓർക്കുക.